ഇ ഗ്രാൻസ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഗവൺമെന്റ് എയ്ഡഡ് കോഴ്സുകളിൽ മെറിറ്റിൽ അഡ്മിഷൻ എടുത്ത SC, ST, OEC, OBC, OBCH, ജനറൽ ഫോർവേഡ് കാസ്റ്റ് കാറ്റഗറികളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇ ഗ്രാൻസിന് അപേക്ഷിക്കാവുന്നതാണ്. ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG തുടങ്ങിയ വിവിധ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത്. OBC, OBCH, ജനറൽ ഫോർവേഡ് കാസ്റ്റ് വിഭാഗങ്ങളിൽപ്പെട്ട 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാനാവുക. SC, ST, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് വരുമാന പരിധി ബാധകമല്ല. ഹയർ സെക്കൻഡറി മുതൽ ഉയർന്ന കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനാവുക. മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. കോഴ്സിന്റെ ആദ്യ വർഷം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അഡ്മിഷൻ മെമ്മോ, SSLC സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കോപ്പി, ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ്, PG വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം സമർപ്പിക്കണം. www.egrants.kerala.gov.in എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീ, എക്സാം ഫീ, സ്പെഷ്യൽ ഫീ തുടങ്ങിയവയാണ് ലഭിക്കുക. SC, ST വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഗ്രാൻഡ് കൂടി ലഭിക്കും. ഇതിന് ആദ്യ വർഷം അപേക്ഷ സമർപ്പിക്കാത്ത പക്ഷം ട്യൂഷൻ ഫീ, എക്സാം ഫീ തുടങ്ങിയവ വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടി വരും. അതിനാൽ അർഹരായ ഓരോ വിദ്യാർത്ഥിയും നിർബന്ധമായും ഇ ഗ്രാൻസ് അപേക്ഷ സമർപ്പിക്കുക. അഡ്മിഷൻ സ്ഥിരപ്പെടുത്തിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. കോഴ്സ് അല്ലെങ്കിൽ കോളേജ് മാറാൻ സാധ്യതയുണ്ടെങ്കിൽ അപേക്ഷ ഉടനെ സമർപ്പിക്കരുത്. സ്കോളർഷിപ്പ് തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കഴിഞ്ഞ അക്കാഡമിക് വർഷം മുതൽ ഇ ഗ്രാൻസിൻ്റെ കൂടെ മറ്റൊരു സ്കോളർഷിപ്പ് സ്വീകരിക്കാൻ പാടില്ല. ആയതിനാൽ വിദ്യാർത്ഥികൾ മറ്റ് സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കുകയും ലഭ്യമായതിൽ ഏറ്റവും വലുത് നിലനിർത്തി മറ്റുള്ളവ ക്യാൻസൽ ചെയ്യുകയോ തിരിച്ച് അയക്കുകയോ ചെയ്യേണ്ടതാണ്.